ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ഒരു നൈറ്റിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കറക്റ്റ് അളവിലുള്ളൊരു നൈറ്റി എടുക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഫാബ്രിക്കിൽ നമ്മുടെ അളവെല്ലാം ഒന്ന് വരച്ചെടുക്കണം. ഞാനിവിടെ ഷോൾഡറിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നൈറ്റിയുടെ സൈഡിലും താഴ്ഭാഗത്തും 1 ഇഞ്ച് വീതമാണ് ഞാൻ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് വരച്ചെടുക്കേണ്ടത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് സ്ലീവ്സ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ നൈറ്റിയുടെ ടോപ്പ് അത് ഇതുപോലെ ഒന്ന് നമുക്ക് എത്രയാണോ സ്ലീവ്സ് വേണ്ടത് അതുപോലെ നമ്മുടെ ഫാബ്രിക് എവിടെയാണോ നമുക്ക് അതുപോലെ ഒന്ന് നമുക്ക് വെച്ചെടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ടോപ്പ് വെച്ചിട്ട് തന്നെയാണ് സ്ലീവ്സിൻ്റെതും വരച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. സ്ലീവ്സിന് എത്രയാണ് നീളം വേണ്ടതെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഫുൾ സ്ലീവ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, ഹാഫ് സ്ലീവ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നമുക്കതെല്ലാം ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ സ്ലീവ്സും വരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇപ്പോൾ സ്ലീവ്സ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവ്സ് കട്ട് ചെയ്തു. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് പേപ്പറിലാണ് ആദ്യം തന്നെ കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ നെക്ക് മാത്രം നമുക്കൊന്ന് കറക്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നെക്കാണ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്ന ഫാബ്രിക് ഇതുപോലെ ഒന്ന് നടുമടക്കിയെടുക്കാം. നമുക്ക് വീതിയും നീളമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ നമ്മുടെ നെക്ക് എത്രയാണോ വീതി വേണ്ടത് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യുക. അതായത് 3.25 ഇഞ്ച് നെക്ക് വേണ്ടവർ 2.25 ഇഞ്ച് വീതിയിലും 6 ഇഞ്ച് നീളം ആണ് ഞാൻ ഇവിടെ നെക്കിന് കൊടുക്കുന്നത്. അത് അതുപോലെ തന്നെ 6 ഇഞ്ച്, അതിൽ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട, 6 ഇഞ്ച് തന്നെ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നമുക്കിതൊരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഇതുപോലെ നമുക്കിതൊന്ന് ബോക്സ് ആക്കി വരച്ചതിന് ശേഷം നമുക്കിതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ ഇതുപോലെ ചെറിയൊരു കേർവ് ഷേപ്പ് കൊടുത്തിട്ട് വരച്ചെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ റൗണ്ട് നെക്ക് ആയിട്ടാണ് കിട്ടുക. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ ഒന്ന് ചെറുതായി ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. നമ്മൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ അതായത് നമ്മൾ എടുത്തിട്ടുള്ള ഫാബ്രിക്കിൻ്റെയും ഈ ഒരു വശത്തും നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇവിടെ ഞാൻ റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇത് കറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പേപ്പറിൽ വരയ്ക്കുന്നത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ വരച്ചെടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നെക്ക് ചെയ്തെടുക്കാൻ കഴിയും. കൂടാതെ മറ്റൊരു നെക്ക് കൂടി ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതായത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്ത പോലെ നെക്കിൻ്റെ വീതിയും നീളവും വരച്ച് ഒരു ബോക്സ് പോലെ ആക്കി എടുക്കുക. ഇതിനുശേഷം ഇതുപോലെ ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും സെൻറ്റർ പോയിന്റിലേക്ക് സ്ട്രെയിറ്റ് ഒരു ലൈന് ചിരിച്ച് വരയ്ക്കാം. അപ്പോൾ ഇതൊരു കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഷേപ്പിലുള്ള നെക്കാണ് കിട്ടുക. ഹാർട്ട് ഷേപ്പിലുള്ള നെക്കായിട്ട് നമുക്ക് കിട്ടും. ഈ നെക്ക് നമുക്ക് ഇതുപോലെയുള്ളൊരു ഷേപ്പിലാണ് കിട്ടുക. കണ്ടില്ലേ,
നമുക്കിനി ഈ ഒരു നെക്കിൻ്റെ ഈ താഴ്ഭാഗം നമുക്ക് റൗണ്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്? അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഓക്കെ, നമുക്ക് അങ്ങനെയല്ല, ഞാൻ ഈ വരയ്ക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിവിടെ 2 ഇഞ്ചായിരുന്നു നമ്മുടെ നെക്കിൻ്റെ അവിടെ മാർക്ക് ചെയ്തത്. അതുപോലെ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഇതുപോലെ താഴ്ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം സെൻറ്റർ പോയിന്റിൽ നിന്ന് നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ള ആ പോയിന്റിലേക്ക് ക്രോസ് ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. കണ്ടില്ലേ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള ഈ ഒരു നെക്കാണ് കിട്ടുക. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഈ റൗണ്ട് നെക്കാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാബ്രിക്കിൽ ഒന്ന് വരച്ചെടുക്കണം. ഞാനിവിടെ ഫാബ്രിക്കിൽ ആദ്യം തന്നെ വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ഈ തുണിയുടെ വീതി 6 ഇഞ്ചാണ്. ഇത് നടുമടക്കി വെച്ചിട്ടുള്ള തുണിയാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൻ്റെ വീതി 12 ഇഞ്ചാണ്. ലെങ്ത്ത് വന്നിട്ട് 11 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 10.5 ഇഞ്ചോ 11 ഇഞ്ചോ നിങ്ങൾക്ക് എടുക്കാം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് പേപ്പറിൽ കാണിച്ചു തന്നിട്ടുള്ള സെയിം മെഷർമെൻറ്റ് തന്നെയാണ്. കണ്ടില്ലേ? ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ നൈറ്റിയുടെ നെക്കിന് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നൈറ്റിയുടെ കളറിനോട് മാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ എടുക്കാം. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് അതിൽ നിന്നും 2 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ക്രോസ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ഇതൊന്ന് 2 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുണ്ടാവുക. നമ്മളിനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. അതായത് ഇതുപോലെ ഒരു പീസ് 2 പീസ് എടുത്തിട്ട് 2 പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിപ്പോൾ ഈ വെച്ചിട്ടുള്ള ആ ഫാബ്രിക്കിൻ്റെ കോണുകൾ തമ്മിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ഫാബ്രിക്സും ഇതിനോടൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം ഫാബ്രിക്കിൻ്റെ മീതേക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു പ്രസ്സടി അതിൻ്റെ മേലെ കൂടെ കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ ക്രോസ് പീസുകൾ മുഴുവനും സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്നിച്ചാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ നെക്ക് പൈപ്പിംഗ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെക്കിൻ്റെ നല്ല വശം അതുപോലെ നമ്മളിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ള ക്രോസ് പീസിൻ്റെ നല്ല വശവും രണ്ടും അകത്തേക്ക് വരുന്ന രീതിയിൽ വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ നെക്കിൻ്റെ ഈ താഴ്ഭാഗത്തും ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. തൊട്ട് മുകളിൽ വരെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇരുവശങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിനെ അകത്തേക്ക് മടക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് അകത്തേക്ക് മടക്കിയെടുക്കാം. അതിനുശേഷം ഒന്നുകൂടി തിരിച്ചു കൊടുക്കാം. കണ്ടില്ലേ, നമുക്കിവിടെ നല്ല ഭംഗിയുള്ളൊരു പൈപ്പിംഗ് റെഡി ആയിട്ട് വരും. ഇതുപോലെ ആദ്യം ഒന്ന് അതിനകത്തേക്ക് വെക്കുക. അതിന് വീണ്ടും ഒന്നുകൂടി നടുമടക്കിയിട്ട് നമ്മൾ ചെറിയൊരു പൈപ്പിംഗ് പോലെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ഈ പൈപ്പിംഗ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ തന്നെ ആവാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ നെക്കിൻ്റെ താഴ്ഭാഗത്തും ചെയ്തെടുക്കുക. അതുപോലെ അകത്തേക്ക് മടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി മടക്കി നമുക്ക് നല്ല ഭംഗിയുള്ള പൈപ്പിംഗ് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ താഴ്ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അടിയിൽ തന്നെ വരണം. നമ്മളിവിടെ കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ തന്നെ നമ്മുടെ പൈപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ടിലെ പീസാണിത്. നമ്മുടെ കൈക്കുഴിയൊന്നും കുഴിച്ച് വെട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഇവിടെ നമ്മുടെ കൈക്കുഴിയൊന്ന് കുഴിച്ച് വെട്ടി. ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഫാബ്രിക് ഇതിലൊന്ന് കറക്റ്റ് വെച്ച് പിൻ ചെയ്തെടുക്കുക. സെൻറ്ററിൽ തന്നെ കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വശത്തിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്നോ രണ്ടോ തവണ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഈ താഴ്ഭാഗത്തൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നെക്കിൻ്റെ മുകൾ ഭാഗത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഇത് നമുക്കൊരു പോക്കറ്റ് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മളെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ, നമ്മുടെ കത്രിക എടുത്തിട്ട് നമുക്കിതൊന്ന് വെട്ടിക്കളയാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നൈറ്റിയുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരു ബട്ടൺ വെച്ചിട്ടോ ഓരോരുത്തരുടെ ഐഡിയ പോലെ നമുക്ക് നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫാബ്രിക് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പൈപ്പിങ്ങിന് കൊടുത്തിട്ടുള്ള അതേ ബ്ലാക്ക് ഫാബ്രിക് കൊണ്ട് തന്നെ ഒന്ന് ചെറിയൊരു ബോ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഫാബ്രിക് എടുത്തതിന് ശേഷം ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഒന്ന് അകത്തേക്ക് മടക്കിയെടുക്കുക. വീണ്ടും ഒന്ന് ഇതിനെ ഇതുപോലെ അകത്തേക്ക് മടക്കി നമുക്ക് ഇതിൻ്റെ അരികുവശത്തിലൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലേ ഫ്രണ്ട്സ്, നമുക്കിതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ചെടുത്തിട്ട് ഒരു ബോ പോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെക്കിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുത്തെടുക്കാം. ഇതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബാക്കിലുള്ള നൈറ്റിയുടെ പീസ് ഫ്രണ്ടിലുള്ള നൈറ്റിയുടെ പീസ് വെച്ചിട്ട് നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് കൊടുത്തിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് എത്രയാണ് ബാക്കിലുള്ള നെക്ക്
ലെങ്ത്ത് വേണ്ടത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ 3 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ശേഷം നമ്മൾ നമ്മുടെ ബാക്കിലെ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു 1/2 ഇഞ്ച് അകത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ നോച്ചസ് ഇട്ട് കൊടുത്തിട്ട് അകത്തേക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളയും ബാക്കിലുള്ളയും നെക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്ലീവ്സ് ആണ് ചെയ്തെടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ സ്ലീവ്സ് ഇപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. തുണി അധികമുള്ളവർക്കൊക്കെ ഒരു പീസിൽ തന്നെ സ്ലീവ്സ് കിട്ടും വിചാരിക്കുന്നു. നമ്മൾ ഈ സ്ലീവ്സിൻ്റെ ഈ സെൻറ്ററിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ അടിഭാഗത്ത് ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളറിൽ പൈപ്പിങ്ങും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കും അതുപോലെ ചെയ്തെടുക്കാം. ആദ്യം തന്നെ സ്ലീവ്സ് 2 പീസുകളും സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിന് ശേഷം അതൊന്ന് നിവർത്തിയിട്ട് ഒന്ന് പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ സ്ലീവ്സിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന പോലെ ഒന്ന് സ്ലീവ്സ് പിടിച്ചെടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിലെ സ്ലീവ്സ് ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇരുവശങ്ങളിലും സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ നൈറ്റിയുടെ ഇരുവശങ്ങളിലും സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ നൈറ്റിയുടെ അടിവശം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ നൈറ്റി ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഞാൻ ഇവിടെ നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ, നമ്മുടെ സ്ലീവ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ നൈറ്റിയുടെ താഴ്ഭാഗത്ത് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.